വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല മസാലപ്പൊടിയൊക്കെ അല്ല, നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഏത് മീനാണ് കിട്ടിയെന്ന് വെച്ചാൽ അതെടുക്കാം. എനിക്ക് നല്ല വലിയ മാന്തൽ കിട്ടിയിരുന്നു, അപ്പോൾ ഞാനത് കഷ്ണം മുറിച്ചിട്ട് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് മീനാണെങ്കിലും നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനെഗറും ഇത്തിരി ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് ഇട്ട് വെച്ചാൽ ഫിഷി സ്മെല്ലൊക്കെ അങ്ങ് പോവും. ഇതിൻ്റെ മസാലയ്ക്ക് നമ്മളൊരു 8-10 അല്ലി ചുമന്നുള്ളി, ചെറിയ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ള, അപ്പോൾ ഒരു 8-10 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, 1/2 to 1 ഇഞ്ച് ഇഞ്ചി, കറിവേപ്പില. ഇതൊക്കെ നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 to 2 ടേബിൾ സ്പൂൺ വിനെഗറും ബാക്കി വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടങ്ങ് അരയ്ക്കുക. വെള്ളം ചേർക്കാതെ വിനെഗറും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരഞ്ഞോട്ടെ, അത് പീസൊന്നും ഇല്ലാണ്ട് പേസ്റ്റായാൽ അത്രയും നല്ലത്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളുടെ മീൻ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് മസാല ഇട്ട് കൊടുക്കുക. ഞാൻ 1 കിലോ ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വലിയ എരിയില്ലാത്ത മുളക് പൊടിയാണ് എൻ്റെത്, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ 1/2 ടീസ്പൂൺ മതി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ, അതിനേക്കാളും കുറവ് മതി, പെരുംജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇത്തിരി കൂടി വെളിച്ചെണ്ണ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട്, ഇതിൽ വെള്ളയെ ചേർക്കുന്നില്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് കാര്യമായിട്ട്, പിന്നെ കുറച്ച് വിനെഗറും, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി മസാലയാട്ടോ. നമുക്കത് നമ്മുടെ മീനിൽ നന്നായിട്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കാം. ഉടനെ പൊരിക്കാതെ നമ്മളത് മൂടി വെച്ചിട്ട് ഒരു 1 hour മൂടി വയ്ക്കാം. മസാലയൊക്കെ നന്നായിട്ട് മീനിലങ്ങ് പിടിക്കട്ടെ. അങ്ങനെ 1 മണിക്കൂർ ഇരുന്ന് മീനും മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക, ആദ്യം സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. ശേഷം അതിൽ മീൻ പെട്ടെന്നൊന്നും തിരിച്ചിടരുത്, പതുക്കെ നന്നായിട്ട് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മസാലയൊക്കെ അതിൽ പൊതിഞ്ഞ് നല്ല സോഫ്റ്റ് അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇത്. നല്ല സോഫ്റ്റാണ്, നമ്മളത് ടച്ച് ചെയ്യുമ്പം മീൻ ഒട്ടും ഹാർഡായിട്ടുണ്ടാവില്ല, ഇതിൽ വിനെഗറും വെളിച്ചെണ്ണയൊക്കെ വരുന്നതുകൊണ്ട്. നല്ല ചൂടുണ്ട്, കണ്ടില്ലേ, ഇത് നല്ല പഞ്ഞി പോലെയുണ്ട് അതിൻ്റെ അകം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.